കുട്ടികളിലും യുവാക്കളിലും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപഭോഗവും അക്രമോത്സുകതയും ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. ഡിജിറ്റൽ ലോകത്ത് നിന്ന് തിരിച്ചു വരാത്ത വിധം കുഞ്ഞുങ്ങൾ ആഴ്ന്നു പോകുന്നതായി മുഖ്യമന്ത്രി പറയുന്നു. കുഞ്ഞ് കരയുമ്പോൾ മൊബൈൽ ഫോൺ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. സ്നേഹം ലഭിക്കാത്ത കുട്ടികൾ മനുഷ്യരൂപമുള്ള ജീവികളായി മാത്രം മാറുന്നുവെന്നും മുഖ്യമന്ത്രി. എക്സസൈസ് ആണല്ലോ, നല്ല നിലക്ക് ആ പരിപാടി നടത്താലും അതിന് പാട്ടിന്റെ സൗകര്യം, സൗണ്ട് സിസ്റ്റം ഇപ്പൊ എല്ലാ സ്കൂളുകളിലും ഉണ്ട്. അപ്പൊ ആ സിസ്റ്റം വെച്ചുകൊണ്ട് കുട്ടികളെല്ലാവരും നല്ല ഹരത്തിലായിരിക്കും. അധ്യാപകരും തയ്യാറാവണം. ഫലത്തിൽ ഇതിന് അധ്യാപകര് കുറച്ച് മടിയുള്ളവരാണ്. കാരണം അവരും എക്സസൈസ് എടുക്കണമല്ലോ ഇതിന്റെ കൂട്ടത്തിൽ, അതിന് കുറച്ചൊരു മടി കാണിക്കുന്നുണ്ട്. അപ്പോ വിദ്യാഭ്യാസ മന്ത്രി അത് ശ്രദ്ധിക്കുക. അടുത്ത അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ ഇത് നമുക്കങ്ങ് നടപ്പാക്കിയാൽ എന്താണ്, ഈ കുട്ടിയുടെ സ്ട്രെസ് മുഴുവൻ അങ്ങ് പോകും. കുട്ടിയൊരു നല്ല ഉന്മേഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് ഓടിപ്പോകുന്ന അവസ്ഥയിരിക്കുക. നല്ലോണം വേർക്കും, നല്ല സ്ട്രെസ് നീങ്ങി കിട്ടുന്ന കുട്ടികളായിട്ട് മാറും. ആ ഒരു കാര്യവും നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതോടൊപ്പം യോഗ, മറ്റ് വ്യായാമ മുറകൾ, ഇതൊക്കെ നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു, മുതിർന്നവരെ ബഹുമാനിക്കല്, അവരവര് മറ്റുള്ളവരോട് കാണിക്കേണ്ട വിനയം, ബഹുമാനം, അതൊക്കെ തങ്ങളുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുകയോ ചെയ്യൂ എന്നുള്ളത് ചെറുപ്പത്തിൽ തന്നെ കുട്ടിയിൽ പകർന്നു കൊടുക്കണം. ഞാൻ എല്ലാവരുടെയും മേലെയാണ് എന്നൊരു ഭാവത്തിലല്ല കുട്ടി വളർന്നു വരേണ്ടത്. ആ ഒരു ചിന്ത കുട്ടിയിൽ ഉണ്ടാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അടച്ചിടലല്ല, തുറന്നുവിടലാണ് പ്രധാനം. ഇതായിരിക്കണം കുട്ടികളോടുള്ള സമീപനം. തുറന്നു വിടുക എന്ന് പറയുമ്പോൾ മുതിർന്നവരുടെ ഒരു കണ്ണെപ്പോഴും ഉണ്ടാവണം എന്നുള്ളത് ശരിയാണ്. അത് ആ കണ്ണുണ്ടായിക്കോട്ടെ, എന്നാലും അവർക്ക് കൂട്ടുകൂടാനും സമപ്രായക്കാരുമായി കളിക്കാനുമെല്ലാമുള്ള അവസരം ഉണ്ടാവണം. അപ്പോ അത്തരം കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറയാനുണ്ട്. എന്നാലും ഈ ഞാൻ പറഞ്ഞു പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സമഗ്രമായ ഇടപെടലുകളാണ് നടത്തേണ്ടത്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് വിവിധ ടേം ആക്കാം, ഷോർട്ട് ടേമും മീഡിയം ലോങ് ടേം എല്ലാം ആക്കാം. അത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അവയ്ക്കനുസൃതമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ നമുക്ക് കഴിയണം. അതിന് മാർഗദർശനം നൽകുന്നതാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഡോക്യുമെന്റ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടവർ വിശദാംശങ്ങൾ ഇവിടെ സംസാരിക്കും. നിയമം കർശനമായി നടപ്പാക്കുന്ന നില തന്നെയാണ് നമ്മൾ സ്വീകരിച്ചു പോകുന്നത്. ഫസ്റ്റ് ടൈം ഒഫൻഡേഴ്സായ കുട്ടികൾ, ആ കുട്ടികളോട് എല്ലാ രീതിയിലും മനുഷ്യത്വപരമായ സമീപനമാണ് സ്വീകരിക്കുക. മയക്കുമരുന്നുകൾക്ക് അടിപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഡി അഡിക്ഷൻ സെന്ററുകൾ നല്ല നിലക്ക് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അവിടെ ചികിത്സിക്കേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ടെങ്കിൽ അവരെ നിർബന്ധമായും ചികിത്സിക്കണം. എന്നിട്ട് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ മയക്കുമരുന്നുകൾക്കെതിരായ സമീപനം നിയമപരമായി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട നടപടിയായിരിക്കും നമ്മൾ സ്വീകരിക്കുന്നത്. എന്നാൽ മറ്റ് നടപടികൾ, മയക്കുമരുന്നിനെതിരെയുള്ള നടപടികൾ, അത് കർക്കശമായി തുറന്നു പോവുകയും ചെയ്യും. ഇവിടെ മയക്കുമരുന്നിനടിപ്പെട്ട കുടുംബം, മയക്കുമരുന്നിനടിപ്പെട്ട കുട്ടിയുള്ള കുടുംബം, ഒരു പ്രത്യേക പരിചരണം നമ്മുടെ ഭാഗത്തുണ്ടാവണം, സമൂഹത്തിന്റെ ഭാഗത്തുണ്ടാവണം. അത്തരം കുട്ടികൾക്ക് തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് കൃത്യമായി, ഒരു ഭയരഹിതമായി മറ്റുള്ളവരോടും സ്കൂളിലെ ആൾക്കാരോടുമെല്ലാം പറയാൻ കഴിയുന്ന ഒരു അവസ്ഥ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. അവരെ ആകെ കുറ്റപ്പെടുത്തി കൂടുതൽ അപകടത്തിലേക്ക് എത്തിക്കരുത്. തിരുത്തൽ പ്രക്രിയയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നല്ല രീതിയിൽ നടപ്പാക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഒരുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വല്ലാതെ അധികാരത്തിന്റെ ഔദ്ധത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഇടപെടലല്ല വേണ്ടത്.
അനുഭാവപൂർണമായിരിക്കണം അവരോടുള്ള നമ്മുടെ സമീപനം. അവരുടെ വിശ്വാസം നേടിയെടുക്കലാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ മാത്രമേ സത്യസന്ധമായി കാര്യങ്ങൾ അവർ പറയുകയുള്ളൂ. അങ്ങനെയേ അവരെ വീണ്ടെടുക്കാൻ കഴിയൂ. വീണ്ടെടുക്കലാണ് നാം ലക്ഷ്യമിടുന്നത്. ഇതോടൊപ്പം തന്നെ ലൈംഗിക അക്രമങ്ങൾക്ക് വിധേയരായിട്ടുള്ള കുട്ടികൾ ഇക്കാര്യത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരാണ്. അത്തരം അക്രമങ്ങൾ ജീവിതത്തിന്റെ അവസാനമല്ല. ഏത് പ്രതികൂല സാഹചര്യത്തെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം അവരിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ മയക്കുമരുന്നുകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മോടൊപ്പം അണിനിരന്ന് നിൽക്കുന്ന കുട്ടികൾക്കും കുടുംബങ്ങൾക്കും പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്തലാണ് നാം കാണുന്നത്. നിയമവ്യവസ്ഥയോട് സഹകരിച്ചാൽ ചിലപ്പോൾ ഈ മാഫിയയുടെ ഭാഗമായിട്ടുള്ളവർ അവരോട് പ്രതികാരം ചെയ്യാൻ തയ്യാറായേക്കും. അങ്ങനെ വന്നാൽ നമ്മുടെ ഈ പോരാട്ടത്തെ അത് ദുർബലമാക്കും. അപ്പോൾ അക്കാര്യത്തിൽ നല്ല ജാഗ്രത എല്ലാവരും, നമ്മുടെ പോലീസ് എക്സൈസ് വിഭാഗങ്ങളും നമ്മുടെ സമൂഹവും പാലിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഒരു പ്രത്യേകത ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്, മാധ്യമങ്ങൾ പൊതുവെ പോസിറ്റീവായ ഒരു നില സ്വീകരിച്ചിട്ടുണ്ട്. മയക്കുമരുന്നിനെതിരെയുള്ള നല്ല ബോധവൽക്കരണ നടപടികൾ പൊതുവെ മാധ്യമങ്ങൾ എടുത്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ സമൂഹത്തെ ആകെ ബോധവൽക്കരിക്കുക എന്ന ദൗത്യമാണ് ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ടത്. ഒരു വിധത്തിലും മയക്കുമരുന്നുകാരെ ഗ്ലോറിഫൈ ചെയ്യുന്ന അവസ്ഥയുണ്ടാകരുത്. മാധ്യമ സ്ഥാപനങ്ങൾക്ക് സ്കൂളുകളുമായി ഇത്തരം കാര്യങ്ങളിൽ നല്ല സഹകരണം ഉറപ്പുവരുത്തി മുന്നോട്ടു പോകാൻ കഴിയേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കുറച്ച് കൂടുതലായിപ്പോയി. അറിവ് മാത്രമല്ല, തിരിച്ചറിവ് കൂടിയുള്ള പുതിയ തലമുറയാണ് നമുക്കുണ്ടാവേണ്ടത്. അത് വളരെ പ്രധാനമാണ്. ഈ തിരിച്ചറിവിന്റെ അഭാവത്തിൽ ആദ്യത്തേത് നിഷ്പ്രയോജനമാവും. അതും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇത്തരം കാര്യങ്ങളിൽ തുറന്ന ചർച്ച നടത്തി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ച് എഴുതി നൽകേണ്ടവർ അത് എഴുതി നൽകിയും ഇതിനെ സമ്പുഷ്ടമാക്കി ഒരു നല്ല സമീപനം നമുക്ക് പൊതുവെ സ്വീകരിക്കാൻ ഈ ചർച്ചയിലൂടെ കഴിയണം, അതിനിടയാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദനം. ലഹരിക്കെതിരെ, ലഹരി വ്യാപനത്തിനെതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന സമഗ്ര പദ്ധതിയുടെ ഭാഗമായി മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, വിവിധ വകുപ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, മാധ്യമ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ, വിവിധ സാമൂഹിക സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ വിപുലമായ പദ്ധതിക്കാണ് മുഖ്യമന്ത്രി തന്നെ ചില ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ സ്വീകരിക്കേണ്ട നടപടികൾ ഇത് സംബന്ധിച്ച് യോഗത്തിനിടയിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുന്നു. ഇതിനൊപ്പം തന്നെ ആരോഗ്യവകുപ്പും അടക്കം സ്വീകരിക്കുന്ന ഇടപെടലുകൾ, അങ്ങനെ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സമഗ്രമായൊരു പദ്ധതി, ആ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സംക്ഷിപ്തമായിട്ട് എന്തൊക്കെയാണ് കേരളത്തിലെ നമ്മൾ ലക്ഷ്യങ്ങളിടുന്നത്? കേരളത്തിലെ കുട്ടികളുടെയും യുവാക്കളുടെയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക, അക്രമം, മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പ്രതിരോധിക്കുക, സുരക്ഷിതവും ആരോഗ്യപരവുമായിട്ടുള്ള സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കുക. അപ്പം ഇതിൽ മിഷൻ കേരളത്തിലെ കുട്ടികൾക്കും യുവാക്കൾക്കും സുരക്ഷിതവും ആരോഗ്യപരവുമായിട്ടുള്ള പരിസ്ഥിതി ഉറപ്പാക്കുന്നതിനായി സമഗ്രമായിട്ടുള്ള പ്രവർത്തന പദ്ധതി നടപ്പിലാക്കുക, അക്രമം, മയക്കുമരുന്ന് ഉപയോഗം, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പ്രാഥമിക ഇടപെടലുകളും ദീർഘകാല വികസന പദ്ധതികളും വഴി ഫലപ്രദമായ പരിഹാരങ്ങൾ ഒരുക്കുക. ദർശനം ഇവിടെ അതിന്റെ തന്നെ തുടർച്ചയായിട്ടുള്ള ദർശനം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഉപലക്ഷ്യങ്ങൾ, ഹ്രസ്വകാല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി, നമുക്ക് ഹ്രസ്വകാല, മീഡിയം ടേം, ലോങ് ടേം അങ്ങനെ ഇതുണ്ടാകും, പരിപാടികളുണ്ടാകും. അപ്പം ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്ന അടിയന്തര പരിചരണവും ഇടപെടൽ, നിയമ നടപടികൾ ശക്തമാക്കുക, നിലവിലെ പദ്ധതികളുടെ ഏകോപനവും ഉറപ്പാക്കലും വിലയിരുത്തലും, ഇതിനെക്കുറിച്ച്
നേരത്തെ തന്നെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മധ്യകാല കർമ്മ പദ്ധതി ഒരു 2 വർഷം വരെ വരുന്ന സമയത്തിന് അത് കുട്ടികൾക്കെതിരെയും കുട്ടികൾക്കിടയിലുമുള്ള എല്ലാ തരത്തിലുമുള്ള അതിക്രമങ്ങൾ, പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങൾ ഘട്ടം ഘട്ടമായി തന്നെ കുറച്ച് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക. ഉപലക്ഷ്യങ്ങൾ, വിദ്യാലയങ്ങൾ, ഗാർഹിക പൊതുയിടങ്ങൾ ഇതെല്ലാം തന്നെ ബാലസുരക്ഷിതമാക്കുക. ഉത്തരവാദിത്ത രക്ഷാകർതൃത്വം പ്രോത്സാഹിപ്പിക്കുക. പിന്തുണ സംവിധാനങ്ങൾ പഞ്ചായത്ത് തലം വരെ നടപ്പാക്കുക. കുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യം ഉറപ്പാക്കുക. ആക്രമണത്തിന് വിധേയരാകുന്ന കുട്ടികൾക്കും ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾക്കും ഫലപ്രദമായ അടിയന്തര പരിചരണവും മാനസിക സാമൂഹിക പിന്തുണയും ഉറപ്പാക്കുക. അപകട സാധ്യതയുള്ള കുടുംബങ്ങളെ കണ്ടെത്തി ശക്തിപ്പെടുത്തുകയും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക. ദീർഘകാല ലക്ഷ്യങ്ങളുടെ അത് 2 മുതൽ 5 വർഷം വരെയുള്ള പീരീഡിന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ലിംഗാധിഷ്ഠിത വിവേചനങ്ങൾ, അതിക്രമങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്ന മൂല്യവ്യവസ്ഥകൾക്ക് കാലോചിത മാറ്റം കൊണ്ടുവരിക. ബാലസുരക്ഷിതാനുകൂല നയങ്ങളും മാർഗനിർദ്ദേശങ്ങളും രൂപീകരിക്കുക. ഇതിൽ ചർച്ചയ്ക്ക് ശേഷം എല്ലാവർക്കും സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എഴുതിത്തരുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ preventionofviolence.kerala@gmail.com എന്ന ഇമെയിലിലും വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ്. നന്ദി. ലഹരി വ്യാപനത്തിനെതിരെ ഒരു സമഗ്ര പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ തുടക്കമിടുകയാണ്. കാരണം മുമ്പെങ്കുമില്ലാത്ത രീതിയിൽ യുവാക്കളടക്കം കൊച്ചുകുട്ടികളടക്കം ലഹരി മാഫിയയുടെ പിടിയിൽപ്പെട്ടു പോകുന്നു എന്ന വിലയിരുത്തലിലാണ് ഇത്തരമൊരു സമഗ്ര പദ്ധതിക്ക് നീക്കാൻ ശ്രമിക്കുന്നത്. സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവർക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. ആ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള നീക്കമുണ്ടാകുമെന്നാണ് അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ്. മാധ്യമങ്ങളോട്, ഒപ്പം തന്നെ സമൂഹത്തിൻ്റെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോട്, സാധാരണക്കാർക്ക്, രക്ഷകർത്താക്കൾക്ക് ഒക്കെ ഇത്തരം നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. ആ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു സമഗ്ര പദ്ധതിയിലേക്ക് പോവുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം അതിൻ്റെ ആദ്യ തുടക്കമുണ്ടാവട്ടെ, പുതിയ അധ്യയന വർഷം ഒരു പുതു തുടക്കമാവട്ടെ എന്ന ആശംസ കൂടി മുന്നോട്ട് വയ്ക്കുന്നു മുഖ്യമന്ത്രി. എന്തായാലും കേരളം ലക്ഷ്യമിടുന്ന ഈ സമഗ്ര പദ്ധതിക്ക് എല്ലാ ആശംസകളും ഞങ്ങളും നേരുന്നു.